നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ ഗവർണറെ സൈഡാക്കി പിണറായി വിജയൻ അങ്ങ് കാര്യക്കാരനായി. സ്വാഗതം ചെയ്യുന്നു, തിരികെ കൊണ്ടാക്കുന്നു. CPM-കാര് പോലും ഞെട്ടി ഇതൊക്കെ കണ്ടിട്ട്. പിണറായി മോദി സ്നേഹം കണ്ട് ആരിഫ് ഖാനും കിളി പറന്ന് നിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയും ആരിഫ് ഖാനെ സൈഡാക്കി നിർത്തിയിട്ട് പിണറായിക്ക് പ്രാധാന്യം കൊടുത്തു. പക്ഷേ പിണറായി ഇക്കണ്ട സ്നേഹം വാരി വിതറിയിട്ടും ഏറ്റില്ല. വീണക്കിട്ട് കിട്ടിയത് മുട്ടൻ പണിയാണ്. പക്ഷേ ചില കൊടുക്കൽ വാങ്ങലുകളിലൂടെ വീണയെ ഊരിയെടുക്കും പിണറായി, അത് ഉറപ്പാണ്. പൊതുയോഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും BJP-യെയും നരേന്ദ്രമോദിയെയും വിമർശിച്ചുവെന്ന് വരുത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്ന സ്നേഹപ്രകടനം അത്ര നിഷ്കളങ്കമായി കാണാനാവില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലും പിണറായിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുകയാണ്. പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വിനീത വിധേയനാകുന്നത് ജനങ്ങളിൽ സംശയമുണർത്തുന്നുണ്ട്. തൃശൂരിൽ BJP-യെ ജയിപ്പിക്കാൻ പിണറായിയും CPM-ഉം സഹായിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളതെന്നും മുഹമ്മദ് ഷിയാസ് പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യാത്രയാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇരു കൈകളും ചേർത്ത് പിടിച്ച് സൗഹൃദം പങ്കിടുന്ന സ്വീകരണ ചടങ്ങിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വൻ ചർച്ചയായി മാറി. പ്രധാനമന്ത്രിയുടെ കൊച്ചി വിമാനത്താവളത്തിലെ യാത്രയായപ്പോൾ സമാന രീതിയിൽ തന്നെയായിരുന്നു. സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലിലുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സാക്ഷിയാക്കി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇരു കരങ്ങളും ചേർത്ത് പിടിച്ച് കുശലം പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതിനും നിയമ നടപടികൾ ശക്തമാക്കുന്നതിനുമുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി എത്തിയേക്കില്ലെന്നാണ് BJP വൃത്തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പ്രധാനമന്ത്രിയെ യാത്രയാക്കുന്നതിനും മുഖ്യമന്ത്രി ചെന്നതോടെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് പ്രസ്താവനയുമായി രംഗത്ത് വന്നത് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആലുവ പാലസ് ഗസ്റ്റ് ഹൌസിൽ 24 മണിക്കൂറിലേറെ താമസിച്ചുവെങ്കിലും പരസ്പരം കാണാനോ സംസാരിക്കാനോ തയ്യാറായില്ല. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. ബുധനാഴ്ച യാത്രയയപ്പിന് ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ പാലസിലെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറും വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയായിരുന്നു. തിരികെ പാലസിലെത്തി രാത്രി ഭക്ഷണവും കഴിച്ച് പരിപാടികൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെ 11 മണിയോടെ മുഖ്യമന്ത്രി സിയാലിലേക്ക് പോയി. ഗവർണർ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ സിയാലിലേക്ക് പോയത്. 3-ാം നിലയിലെ 301-ാം നമ്പർ മുറിയിലാണ് ഗവർണർ തങ്ങിയത്. 2-ാം നിലയിലെ 201-ാം നമ്പർ മുറിയിലായിരുന്നു മുഖ്യമന്ത്രി. ഇരുവരും പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വന്നതേയില്ല. അങ്ങനെ 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിക്ക് മടങ്ങിയെങ്കിലും ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുകയാണ്. ചൂടൻ ചർച്ചകളാണ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മോദിയെ യാത്രയാക്കിയത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ പരിപാടികൾ പൂർത്തിയാക്കി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:10 നേവൽ ബേസിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 3:30 ഡൽഹിയിലേക്ക് തിരിച്ചത്. മോദിയും പോയി അങ്ങ് കേന്ദ്രത്തിൽ അടുത്ത പണിയും മോദി തുടങ്ങി. പക്ഷേ കേരളത്തിൽ വലിയ ചർച്ചയാണ് അലയടിക്കുന്നത്. മോദിയും പിണറായിയും തമ്മിൽ എന്താണ് കൂട്ടുകച്ചവടം എന്ന തരത്തിലാണ് പ്രതിപക്ഷം ഇതിട്ട് കത്തിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത്.